ഇവിടെ പ്രശ്നം ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇതിലെ ഈ കടലാക്രമണ ഭീഷണി നേരിടുന്ന തീരദേശവാസികളുടെ സംരക്ഷണത്തിന് പോലും അശാസ്ത്രീയമായ അതല്ലെങ്കിൽ അപ്രായോഗികമായ പരിഹാര മാർഗങ്ങളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കില്ല എന്നല്ലേ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഇപ്പോൾ എറണാകുളത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിലുള്ള ജനങ്ങളെ അവിടെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ വരുമ്പോൾ അവർ പറയുന്ന ന്യായമായ കാര്യമാണ്, ഞങ്ങൾക്ക് ഇവിടെ വിട്ട് മാറി നിൽക്കാൻ കഴിയില്ല, ഞങ്ങളുടെ ഉപജീവനം എന്നത് ഈ കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ മാറ്റിപ്പാർപ്പിക്കുക എന്നതും സാധ്യമായ ഒന്നല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ കഴിയുക? ഇപ്പോൾ ഈ വള്ളം മറിഞ്ഞുണ്ടാകുന്ന അപകടമൊക്കെ ഈ മഴക്കാലത്ത് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന മുന്നറിയിപ്പുകളൊക്കെ അവഗണിച്ചു പോകുന്നത് കൊണ്ടാണോ ഇത്തരം അപകടങ്ങൾ ഉണ്ടാവുന്നത്? അതൊരു ശരിയായ കാര്യമാണ് ഈ പറയുന്നത്. എങ്ങനെ ജീവിക്കും? എത്ര ദിവസം വീട്ടിൽ കിടന്ന് ഭക്ഷി കിടക്കും? ഗവൺമെൻറ് ഇപ്പോൾ ഓർഡർ ഇടുകയാണ്, വെള്ളം പോകരുതെന്ന്. അതിന് പകരം ഇനിയൊരു ഓർഡർ ഇടണം, ഇത്ര ദിവസം വെള്ളം പോകാൻ മാത്രം ഓർഡർ ഇടണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇന്ന ദിവസം മുതൽ നിങ്ങൾ വെള്ളത്തിൽ പോയിക്കോളൂ എന്നാണ് ഇടേണ്ട അവസ്ഥയാണ് കേരളത്തിൽ നിൽക്കുന്നത്. എപ്പോഴും ഈ വിഷയം വന്നുകൊണ്ടിരിക്കുകയാണ്. കടപ്പുറത്ത് രക്ഷയില്ലല്ലോ. അത് ഞങ്ങളുടെ മാത്രം ഭരണത്തിൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ. യഥാർത്ഥത്തിൽ കാലാവസ്ഥ മാറിയിരിക്കുകയാണ്. ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചൊരു കാര്യമുണ്ട്, ഗുണ്ണാർ മിർഡലൊരു വാക്യമാണ്, ഇന്ത്യാസ് അഗ്രികൾച്ചർ ഈസ് എ ഗാമ്പിൾ ഓഫ് മൺസൂൺ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൃഷി മാത്രമല്ല, ഇപ്പോൾ ജനജീവിതം തന്നെ ഗാമ്പിൾ ഓഫ് മൺസൂണാണ്. ഗാമ്പിളായിരിക്കണം. അതിൽ ഏറ്റവും ആദ്യം ബാധിക്കുന്ന മത്സ്യത്തൊഴിലാളികളെയാണ്. അവർ ജീവിക്കാൻ വേണ്ടി കടലിൽ വെള്ളം ഇറക്കും. ഞങ്ങൾക്ക് കൊച്ചിയിൽ വെള്ളം ഇറക്കാൻ പറ്റില്ല, കാരണം ഇവിടെ കോസ്റ്റൽ പോലീസ് ഉണ്ട്, നേവി ഉണ്ട്, മറൈൻ എൻഫോഴ്സ്മെൻറ്റ് ഒക്കെ ഞങ്ങൾ തടഞ്ഞു വയ്ക്കും. ഞങ്ങളെങ്ങനെ ജീവിക്കും? ഇപ്പോൾ 1000 രൂപയുടെ പിച്ച ആശ്വാസങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ജീവിക്കും ഈ ആളുകൾ മുഴുവൻ? ഒരു മാസത്തേക്ക് ജീവിക്കാനത് പറ്റുമോ? അത് പറ്റില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് ആൾക്കാർ നിർബന്ധ അവസ്ഥ പണിക്ക് പോവുകയാണ്. ഇനി കൊച്ചിയിലേക്ക് വന്നാൽ എന്താ പറയട്ടെ, ഈ നാരമ്പലത്തും ചെല്ലാനത്തും ഒക്കെ ഉണ്ടാകുന്ന വിഷയത്തിന് ശാസ്ത്രീയ പരിഹാരം ഞങ്ങൾ നേരത്തെ വെച്ചിട്ടുള്ളതാണ്. കരയും കായലും തമ്മിൽ കടലും നേരത്തെ ഒരു വരമ്പ് പോലെയാണ് ഈ പ്രദേശം കിടക്കുന്നത്. അവിടെ നിന്നും വമ്പനാട്ട് കായലിൽ നിന്നും കടലിൽ നിന്നും അവക്ഷിപ്തങ്ങൾ എടുത്ത് ആ തീരത്തം പൂട്ടിയിട്ട് നടത്തി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ പോർട്ടിന് പ്രത്യേകം ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ നടന്നിട്ടില്ലല്ലോ. അപ്പോൾ അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്, അതുപോലും ചെയ്തിട്ടില്ല. അവർക്ക് CSR ഫണ്ട് ഉണ്ട്, അത് ഞങ്ങൾക്ക് വിനിയോഗിച്ചിട്ടില്ല. ഗവൺമെൻറ് നടപടികൾ മുഴുവൻ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഏറ്റവും ഒരു കപ്പൽ മറിഞ്ഞില്ലേ, അതിന് ഏറ്റവും വലിയ വിഷയമല്ലേ? അതിൽ ഞങ്ങൾ കേരളത്തിൽ മുഴുവൻ ജനങ്ങളെ ഏറ്റു നിർത്തിയേക്കല്ലേ ഗവൺമെൻറ്. ആ കപ്പൽ മറിഞ്ഞതല്ല, മറിച്ചതാണെന്ന് ഞാൻ പറഞ്ഞത്. ഏറ്റവും ആദ്യം പറഞ്ഞൊരു മത്സരാളി വേണ്ടി വന്നില്ലേ? എന്താ ഞാൻ പറയാൻ കാര്യം? കാലാവധി കഴിഞ്ഞൊരു കപ്പലാണത്. അടുത്ത ആഴ്ച അത് ഭർത്തിയാൻ തീരുമാനിച്ചതാണ്. അടുത്ത ആഴ്ച പുതിയ കപ്പലുകൊണ്ടവർ തീരുമാനിച്ചതാണ്. ആ സമയത്താണ് കപ്പലിൻ്റെ ഹള്ളിൽ 12 മണിക്കൂർ ഒരു കപ്പൽ എങ്ങനെ മറിയും സാർ? ഞാൻ കൊച്ചി തുറമുഖത്തിൽ കൂടി കൺവീനറാണ്. 12 മണിക്കൂർ ഒരു കപ്പലും മറിയില്ല. 2, ആ കപ്പലിനകത്ത് വെള്ളം കയറ്റിയാണ് മറിച്ചത്. ആ വെള്ളം കയറ്റുന്ന ബെല്ലാത്ത സംവിധാനമുണ്ട്. ഇത് എല്ലാ കപ്പലും നിർമ്മിക്കുന്നത് അന്താരാഷ്ട്ര മാനദണ്ഡത്തെ പ്രകാരമാണ്. അത് പ്രകാരം എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കടലിൻ്റെ മാനദണ്ഡ പ്രകാരം അവിടെ 15 മീറ്റർ പൊക്കത്തിൽ തിര വരുന്ന സ്ഥലമാണ്. അവിടെ ആ മാനദണ്ഡത്തിൽ ഉണ്ടാക്കുന്ന കപ്പൽ എങ്ങനെ മറിയും? മറിയില്ല, അത് മറിച്ചതാണ്. അതിൻ്റെ ആനുകൂല്യം ആർക്ക് കിട്ടും? ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ. 100 കണ്ടെയ്നർ അതിനകത്ത് ഇപ്പോൾ എന്തുണ്ട്? കശുവണ്ടിയുണ്ട്, 2500 ടൺ കശുവണ്ടി. അവർക്ക് ആരും കോമ്പൻസേഷൻ കൊടുക്കും? കപ്പൽ കോമ്പൻസേഷൻ മേടിച്ച് പോകും. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ഒരു അപകടം മുനമ്പിലാണ്. കരയുള്ള ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ 2-3 ദിവസത്തിൽ ഇടയ്ക്കിടയ്ക്ക് കടൽ കയറുന്നുണ്ട്. എവിടെ കൊണ്ട് പാർപ്പിക്കും? നാരമ്പലത്തൊരു സ്കൂളുണ്ട്, അതിൻ്റെ പേര് ദൈവമില്ലാത്ത സ്കൂളെന്നാണ്. ആ സ്കൂളിൽ ഞങ്ങൾ വിളിക്കുന്നത് ദുരിതാശ്വാസ സ്കൂളാണ്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? എത്ര വർഷമായി ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് സോഫ്റ്റ് മിക്സറോ ഹാർഡ് മിക്സറോ മിക്സറായിട്ടുള്ള മിക്സറോ എന്തെങ്കിലും സ്വീകരിക്കട്ടെ അവർ. അത് സ്വീകരിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? MLA മാർ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾക്ക് കാലാവസ്ഥയുടെ മാത്രം പ്രശ്നമല്ല, കരയിൽ നിന്നല്ല, കടലിൽ നിന്നല്ല ആക്രമണമല്ല, കരയിൽ നിന്ന് കൂടി ആക്രമണമുണ്ട്. കടലിൽ ആക്രമണം ഇപ്പം കള്ളക്കടലിലെ പ്രതിഭാസമുണ്ട്, ഗ്ലോബൽ വാർമിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. നമ്മുടെ നാട് ഒരു അനുഗ്രഹീതമായ പ്രദേശമാണ് ഗോപികൃഷ്ണ, കേരളം. അത് കേരളമാകുന്നത് എന്തുകൊണ്ടാണ്? എല്ലാ വർഷവും ജൂണിൽ കൃത്യമായിട്ട് മഴ പെയ്യും. കൊറിയോളിസ് എന്നൊരു പ്രഭാവമുണ്ട്, രാജഗോപാൽ പറയൂ അതിനെക്കുറിച്ച്. ആ പ്രഭാവമാണ് നമ്മുടെ മഴമേഖല ഇവിടെ എത്തിക്കുന്നത്. അതിനെ തടയാൻ വേണ്ടി ഇവിടെ പശ്ചിമഘട്ടമുണ്ട്. അതുകൊണ്ട് ആദ്യം ഇവിടെ തീരത്ത് മഴ പെയ്യും, പിന്നീട് പശ്ചിമഘട്ടത്തിൽ മഴ പെയ്യും. അത് കഴിഞ്ഞ് 5 ദിവസം വടക്കോട്ട് പോകും, 5 ദിവസം കഴിയുമ്പോൾ ഇവിടെ കൊങ്കണിലെത്തും, 10 ദിവസം കഴിയുമ്പോൾ ബോംബെയിൽ. ഇപ്പം അങ്ങനെയല്ലല്ലോ, എല്ലായിടത്തും ഒരുപോലെ മഴ പെയ്തുകൊണ്ടിരിക്കും. കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ കൂടി പഠിക്കണം, അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. സർക്കാർ നടപടി എന്താണ്? ഇപ്പം ഇന്നലത്തെ പത്രത്തിൽ വായിച്ചില്ലേ, വയനാട്ടിൽ വീണ്ടും തുരങ്കപാതയ്ക്ക് അനുമതി കൊടുത്തിരിക്കുന്നു. ഈ പെട്ടിമുടിയുള്ള സ്ഥലത്താണ് നടന്നിരിക്കുന്നത്. ഓർക്കണം, ഇപ്പോൾ പെയ്യുന്ന മഴയ്ക്ക് തീവ്രമഴയാണല്ലോ, തീവ്രമഴയാണല്ലോ വരുന്നത്. ഈ കാറ്റിന് മാറ്റം വന്നിട്ടുണ്ട്, കൂമ്പാര മേഘങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ നയങ്ങളടക്കം തിരുത്തുകയും. ഉറപ്പായിട്ടും ശ്രീ ചാൾസ്, താങ്കൾ പറഞ്ഞ നിർദ്ദേശങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ജനജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, അതിനനുസരിച്ചിട്ടുള്ള
പുതിയ നയങ്ങൾ രൂപീകരിക്കേണ്ടതാണ്. ഈ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ, വികസിത രാജ്യങ്ങളിലൊക്കെ അവരുടെ നയരൂപീകരണം അവിടുത്തെ കാലാവസ്ഥയുടെ സ്വഭാവത്തെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അവിടുത്തെ ആസൂത്രണങ്ങൾ നടക്കുന്നത്. അവിടുത്തെ നഗരാസൂത്രണം, അവരുടെ ജീവിതശൈലി ഒക്കെ രൂപപ്പെടുത്തുന്നത് അവിടുത്തെ കാലാവസ്ഥയെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. നിർഭാഗ്യവശാൽ ആ അർത്ഥത്തിലുള്ള ഒരു ഇടപെടൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നില്ല. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇതുപോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങൾക്ക് നമ്മൾ കാരണക്കാരായി മാറും.